ഇനി പറയാൻ പോകുന്നതാണ് തഖ്വ എന്ന് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഈ തഖ്വ? അതാ മഅനഹ വ ഫളായിലുഹ, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഫളായിലുമാണ് പറയുന്നത്. മഅന തഖ്വ സുഇലൽ ഇമാമു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു എന്ന് അനി തഖ്വ എന്താണെന്ന്. ഖുർആൻ ഹിയ പറഞ്ഞു അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തഖ്വയുടെ ലക്ഷണങ്ങളാണ് മുപ്പത് പറഞ്ഞു കൊടുത്തത്. ചിലപ്പം താരീഫ് വന്നാൽ ജനങ്ങൾക്ക് തിരിയൂല. അതിൻ്റെ ലക്ഷണം പറഞ്ഞു കൊടുത്തു. എന്തൊന്ന്? ജലീലായ അല്ലാഹുവിനെ പറ്റിയുള്ള പേടിയുണ്ടാവുക, അതുപോലെ തൻസീലേത ഖുർആൻ കൊണ്ടുള്ള അമലുണ്ടാവുക, അതാ അള്ളാഹുവിൻ്റെ ഖലീല് കൊണ്ട് പൊരുത്തപ്പെടുക, സംതൃപ്തനാവുക. ഇനിയോ ഇവിടെ യാത്ര പോകേണ്ടതില്ലേ, അതിന് ഇവിടുന്ന് ഒരിക്കൽ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരുക്കി തയ്യാറാക്കാം. പോകുമ്പോണ്ടാവില്ല, അമ്മ ബാഗ് എടുത്ത് വെച്ച്, കുപ്പായം എടുത്ത് വെച്ച്, പാസ്പോർട്ട് എടുത്ത് വെച്ച്, ടിക്കറ്റ് മറക്കാണ്ട് അവിടെ വെച്ചെല്ലാം വെച്ചിട്ട് എന്താണെങ്കിലും ഒരിക്കലും ചെയ്തിട്ട് വെക്കുന്നു. ഇത്ര മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എടുക്കണം, പോകണം. ഈ 4 ലക്ഷണങ്ങൾ ഒരാൾക്ക് കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് തഖ്വ ഉണ്ടെന്ന് മനസ്സിലാക്കാം. وقال عمر بن عبد العزيز رضي الله عنه ليس التقوى صيام النهار وقيام الليل والتخليط فيما بين ذلك. പകൽ സമയത്ത് നോമ്പ് നോക്കുന്നുണ്ട്, രാത്രി കുറെ നിക്കിരിക്കുന്നുണ്ട്, അതിലിങ്ങനെ കഴിഞ്ഞു കൊടുക്കും. എന്നാൽ തഖ്വ ഏതൊന്നും വിചാരിക്കണ്ട. വലാകിന്ന തഖ്വ തർക്കു മാ ഹറമല്ലാഹ്, അല്ലാഹു തആല ഹറാമാക്കിയത് ഒഴിവാക്കലിലേക്കാണ് നോക്കണം. നീ കുറെ നോമ്പ് നോക്കുന്നുണ്ടോന്നല്ല. വഅദാഉ മഫ്തറല്ലാഹു, അല്ലാഹു തആല ഫർളാക്കിയ കാര്യം കൃത്യമായി വീട്ടുന്നുണ്ടോ എന്നതാ നോട്ടം. ഫമാ റസഖല്ലാഹു ബഅദ ദാലിക, അതിൻ്റെ അപ്പുറം നിനക്കെന്തെല്ലാം കിട്ടി, കുറെ നോമ്പും കിട്ടി എന്നല്ലോ, ഫഹുവ ഖൈറുൻ ഇലാ ഖൈർ, അപ്പൊ ഖൈറിൻ്റെ മേലെ ഖൈർ കിട്ടി എന്ന് പറഞ്ഞു. അത് മാത്രം ലക്ഷ്യമാക്കാൻ പറ്റൂല. ഓടുന്നുണ്ടോ? വഖാല ബഅദുഹും ഹഖീഖത്തു തഖ്വ, തഖ്വയുടെ ഹഖീഖത്ത് എന്താണ്? അല്ലാ യറാക മൗലാക ഹൈസു നഹാക, അല്ലാഹു തആല വിരോധിച്ച കുറേ രംഗങ്ങളുണ്ട്. അവിടെ പടച്ചോൻ നിന്നെ കാണാൻ പാടില്ല, നീ അവിടെ അബ്സെന്റ് ആയിരിക്കണമെന്ന് പറയും. അല്ലാഹു വിരോധിച്ച രംഗത്ത് നീ ഗായിബാവുക. വലായ യഫ്ഖിദക ഹൈസു അമറക, കൽപ്പിച്ച സ്ഥലത്ത് നീ ഇല്ലാണ്ടാവാൻ പാടില്ല. وقال الأستاذ أبو القاسم القشيري رضي الله عنه التقوى التحرز عن المخاوف والتشمير للوظائف وحفظ الحواس وعد الأنفاس وتنزيه المقت عن موجبات المقت وحفظ البر وترك الوزر والاهتمام التام عما يسخط المولى العلام. التي حاصل ഒന്നുതന്നെ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ പേടിയാക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടെല്ലാം കാത്തു സൂക്ഷിക്കുക. എന്നിട്ടോ തശ്മീറുള്ളിൽ വലായിഫ്, ഇവന് കടമപ്പെട്ട ബാധ്യതകളുണ്ടല്ലോ, വലായിഫ്, അതിന് വേണ്ടി നല്ല ഉത്സാഹിക്കുക. നിസ്കാരം നോമ്പ് പോലെ തന്നെ ഇവന്റെ ബാധ്യതയാണല്ലോ, അതിനോട് ഉത്സാഹം. അതുപോലെ ഹവാസ് എന്നതാ 7 അംഗങ്ങളാണ്. കണ്ണ്, നാവ്, കൈകാലുകൾ, കാത്, ഇതെല്ലാം പറഞ്ഞില്ലേ, അതിനെ കാത്തു സൂക്ഷിക്കുക. വഅദ്ദുൽ അൻഫാസ് എന്നതിന് ഓരോ ശ്വാസോച്ഛ്വാസം ഇടുക. എന്തിനുണ്ടെന്ന്? ഒരു ശ്വാസം കഴിഞ്ഞാൽ ആയുസ് മൈനസ്, ഒന്നും കൂടെ കഴിഞ്ഞാൽ വീണ്ടും മൈനസ്. ആയുസ് ഏറുക, അല്ലെങ്കിൽ ആയുസ് കുറഞ്ഞു വരെയെന്ന്. ഓരോ സമയത്തിനെയും പരിശുദ്ധമാക്കാൻ, മൂജിബാത്തിൽ മഖത്തി, അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാക്കുന്ന കാര്യങ്ങളെ തൊട്ടെന്താക്കണം, ഓരോ വഖത്തിലും നീ ശുദ്ധനാവണം. അതുപോലെ ഹിഫ്ളുൽ ബിർരി, ബിർറ് പറഞ്ഞില്ല ആയത്തിലില്ലേ, വലാകിന്നൽ ബിർറ മൻ ആമന, അതിൽ വിശ്വാസ കാര്യങ്ങളുണ്ട്, സാമ്പത്തിക കാര്യങ്ങളുണ്ട്, പിന്നെ ശരീരം കൊണ്ട് ചെയ്യേണ്ട അമലുണ്ട്, അങ്ങനെ പല കാര്യവും. അത് കാത്തു സൂക്ഷിക്കുക. തർക്കുൽ വിസ്റിന് നേരെ ഓപ്പോസിറ്റ്, കുറ്റകരകമായ പറഞ്ഞു. പൂർണ്ണമായ പഥ്യാചരണം. മരുന്ന് കുടിക്കുമ്പോൾ പഥ്യമൊന്നും ഉണ്ടെന്നില്ലേ? ഇപ്പം പഥ്യം വേണ്ടെന്നോ, ഒരു മരുന്നിന് പഥ്യം വേണ്ടെന്നോ? അതന്നെ, പഥ്യം പറ്റാതെ ഒറ്റ രോഗിയും കിട്ടൂല.
അയാൾ ചശയം വെച്ച് അവിടെ ഇരുന്നോളെ വൈകുന്നേരം ഈച്ചനാട്ടിച്ച്. തരീക്കത്തിനും പത്തിയിലില്ല. ഏറ്റവും വലിയ പത്തി ഉണ്ടാകാൻ തരീക്കത്തായിരുന്നു കുടിക്കുമ്പോൾ പത്തിയിലില്ല. ഇതെല്ലാം നേരം വെച്ച് ചെല്ലിക്കോ. പിന്നെ നിങ്ങൾ കൈബത്താ പറയുന്നത് ലേനത്താ പറയുന്നത് എല്ലാം പറഞ്ഞോ തീർന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിരുന്നാൽ മതി. നടക്കുന്ന കാര്യം ഇപ്പം നിങ്ങൾ വോയിസ് കളിപ്പിച്ചത് ചെല്ലിപ്പാടിയതിനു ശേഷമുള്ള രംഗിലെ ഉസ്താദെന്ന് കേട്ടോളിയുന്നുണ്ട്. ഏത് 4 പത്യം പത്യം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതായിരിക്കും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ലത്. പത്യം തന്നെ ഒരു മരുന്ന് കുടിക്കുമ്പോൾ നിങ്ങൾ വർദ്ധിക്കേണ്ട കാര്യത്തിലല്ല പത്യം എന്ന് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ള കുറേ പത്യം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് അമ്മ ഇഷ്ടത്തിൽ മൂലൽ അല്ലാം അള്ളാഹു താലാനെ ദേഷ്യം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് നന്നായിട്ട് പത്യം ആചരിക്കുക. രോഗപഥ്യങ്ങളുണ്ടാകും, ഔഷധപഥ്യങ്ങളുണ്ടാകും. മരുന്നിന്റെ വീതം ചുരുക്കിക്കളയുന്ന സാധനം കുടിക്കാൻ പാടില്ല ഔഷധ പഥ്യം എന്നാ പറയാം. മറ്റേ രോഗത്തിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളാണ് രോഗപഥ്യം. ഇപ്പൊ ഒന്നും വേണ്ട, ഇഷ്ടം പോലെ തിന്ന ഇഷ്ടം പോലെ കുടിക്കാം, ആ മരുന്ന് കുടിച്ചോളൂ. അതിന് നമ്മൾ മരുന്ന് മുമ്പ് കുടിക്കുന്ന ഒരാവണസാണെങ്കിൽ ഇപ്പൊ ഒരു കുപ്പി അടക്കം കുടിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ഇവർക്ക് നല്ല ബിസിനസ് കിട്ടിയില്ലേ? അതും തന്നെ ചുരുങ്ങിയത് 3 മാസം കുടിക്കേണ്ടതാണ്. അപ്പോൾ 1-2 ദിവസം ഒരാഴ്ച കുടിച്ച ഫലം കാണുന്നില്ല, നിരാശപ്പെടേണ്ട. കാരണം അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് 3 മാസം കുടിക്കണമെന്ന്. قال سيدنا الإمام القطب عبد الله الحداد رضي الله عنه പറയുന്നു, ജാമിഉ തഖ്വ, തഖ്വാനെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു വാക്ക് പറയാം. എന്ത്? ഫിഅലു ത്വാഅത്തി വതർകുൽ മആസി. എല്ലാം അടങ്ങി. താഅത്ത് എന്തല്ലോ അതെല്ലാം ചെയ്യുക, മഅസിയത്തെല്ലാം ഒഴിവാക്കുക. പക്ഷെ എന്തിന്? ഖശിയത്തൻ മിനല്ലാഹി തആല, അല്ലാഹനെ തൊട്ടുള്ള ഖശിയത്തിന് വേണ്ടി അതെടുത്തേക്ക് മടങ്ങും. തർക്കുൽ മആസിയിലേക്കാണ്. വറജാ സവാബിഹി, അവന്റെ സവാബ് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ 2ലേക്ക് മടങ്ങാം, 2ലേക്ക് വെക്കാം. വംതിസാല അംദിഹി, ഇത് അല്ലാഹന്റെ കൽപ്പനയാണ്, അവൻ അനുസരിക്കേണ്ടതാണ്. ആ ഇംതിസാലിന് വേണ്ടിയിട്ട് അത് 3ലേക്കും മടങ്ങും. ഇല്ല, 2ലേക്കും. وقال تلميذه മൂബറ തിൽമീദാര സയ്യിദുന الإمام أحمد بن زيد الحبشي നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നഫഅന അല്ലാഹു തആല അത്തഖ്വ ഇംതിസാലു അംദില്ലാ, അത് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ. വജ്തിനാബു നഹ്യിഹി എന്ന് പറഞ്ഞത് ഉസ്താദ് നേരത്തെ പറഞ്ഞു. മിൻ അജ്ലിഹി, അതാണ് ഖശിയത മിനല്ലാഹി, അതല്ലേ? അപ്പം ലാലി മഅനൻ ആഖിറ മിനൽ മആനീൻ, അതാണ് മൂപ്പർ പറഞ്ഞതിന്റെ വർദ്ധന. മറ്റുള്ള ഒരു മായനയും അതിൽ കടക്കാൻ പാടില്ല. അപ്പൊ കൂട്ടിച്ചേർക്കലയില്ലേ? അപ്പൊ ഹദ്ദാദ് ഷെയ്ഖ് പറഞ്ഞതിന് ശിഷ്യൻ എന്താക്കി ലാലിമാനൻ ആഖിറാന്ന് കൂട്ടിക്കൊടുത്തു. ബാക്കി മായനയിൽ എല്ലാവരും പോലെ തന്നെ. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, യഖൂൽ അത്തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാ തറാ നഫ്സക ഖൈറൻ മിൻ അഹദിൻ, മറ്റൊരാളേക്കാൾ നിന്റെ നഫ്സ് ഖൈറാണെന്ന് നീ നിന്നെ കാണാൻ പാടില്ല എന്നാണ്. മറ്റൊരാളേക്കാൾ എൻ്റെ നഫ്സ് ഖൈറാണ് എന്ന് എനിക്ക് തോന്നാൻ പാടില്ല. അതെല്ലാം ബിദാത്തിൽ ഇതായാലും അവിടെ നിന്ന് നോക്കിയില്ലേ, നായിനെ കണ്ട നായിയാണ് എന്നെക്കാണ് ഖൈറ്, കാരണം അതിന് തക്ലീഫാത്തില്ല. وقال الحسن رضي الله عنه المتقي هو الذي يقول لكل من رآه هذا خير مني. അതിപ്പം പറഞ്ഞത് തന്നെ. ഏത്? മുത്തക്കിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടാടോട് പറയും, ഇവ് എന്നെക്കാണ് ഖൈറാണ്, അയാൾ എന്നെക്കാണ് ഖൈറാണ്, അയാൾ എന്നെക്കാണ് ഖൈറാണ് എന്ന് പറയുന്ന വാക്കോട്ട് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല. ഖാല ബഅദുൽ നാജിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഖദ് ജമഅ അല്ലാഹു ഖിസാല തഖ്വ, തഖ്വാന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫീ ഖൗലിഹി സുബ്ഹാനഹു വ തആല ഫീ കിതാബിഹിൽ മക്നൂൻ, ഖുർആനിൽ അലിയുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം വെച്ചിരിക്കലുകൊണ്ട് മാത്രമല്ല ഖൈർ നേടി എന്ന് പറയാനായിട്ടില്ല. അപ്പം എന്ന് പറയണോ,
ഇത് റസീറ്റ് മുറിച്ചിട്ട് 5 റുപ്യയും കൊടുത്തിട്ട് ആ കള്ളാസ് അവിടെ വെച്ച് എൻ്റെ മയ്യത്ത് പുടയിൽ വെക്കണേന്ന് വസീയത്ത് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ഈ റസീറ്റെല്ലാം എന്താകണം? മയ്യത്തിന് കഫനിലേക്ക് വെക്കണം. അതുകൊണ്ടൊന്നും ബിറായിട്ടില്ല. എന്താണ് ചടങ്ങ് നടത്തിയോണ്ട്. വലാക്കിൻ, അതാ പറഞ്ഞിരുന്നു, വലാക്കിന്നൽ ബിർറ, എങ്കിലും ബിർറ് എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അന്നതാക്കി വഖഫ് കാഫിയായി ഉൾപ്പെടുത്തി. എന്താ കാഫിയാകാൻ കാരണം? താമറ്റില്ല. വിശ്വാസ കാര്യങ്ങളെ ആദ്യം എണ്ണിയിട്ടുള്ളൂ. ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. അപ്പൊ 5 വിശ്വസിക്കേണ്ട കഥാകഥന് അതവിടെ വേറെ ഉണ്ട്. ഇനി രണ്ടാമത്തെ കടങ്ങൾ وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب. അപ്പൊ വിശ്വാസം കഴിഞ്ഞാൽ എണ്ണത് പൈസ കൊടുക്കില്ല. പൈസക്ക് ഇവർക്ക് എന്തുണ്ട്? താല്പര്യമുണ്ട്. ഉണ്ടായിക്കെ തന്നെ ആർക്കെല്ലാം കൊടുക്കണം? ദബിൽ ഖുർബാന സംബന്ധിച്ചു യതീമി, മിസ്കീൻ, ഇബ്നു സബീൽ, സായിലീന, വഫിൽ റിഖാബ്. 6 വിഭാഗത്തിലുണ്ട്. ഇനി ഞാൻ നിൽക്കാൻ തുടങ്ങുന്നു. അവിടെയും വഖഫ് എന്താക്കും? കാഫി. വഅഖാമ സ്വലാത വആത സക്കാ, അത് ഇസ്ലാമിന്റെ റുക്നാണ് അല്ലേ? അപ്പൊ ആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് പറഞ്ഞത് എന്തല്ല? ആത സക്കാത്തായിട്ട് ഒത്തുപോവില്ല. ആത സക്കാത്ത എന്നുള്ളത് സക്കാത്തൊരു പ്രത്യേക വിഭാഗമാണ്. ഇന്ന ഇനങ്ങളിലുണ്ട്, ഇത്ര ശതമാനം കൊടുക്കണം, ഇന്ന രീതിയിൽ കൊടുക്കണം എന്നുണ്ട്. ആതൽ മാലയിൽ എന്ത് വിട്ടിട്ടില്ല? യതീം വിട്ടിട്ടില്ലല്ലോ. അപ്പൊ അത് സാധാരണ കഥക്കായിരിക്കും. ഇനി വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു, കരാർ ചെയ്താ പാലിക്കുന്നവരാവണം. വസ്സാബിരീന ഫിൽ ബഅസാഇ വൽളറാഇ മഹീനൽ ബഅസ്, പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ സബൂറുള്ളവരാവണം. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ അടിഞ്ഞാടുന്നുണ്ട് ഒരു ഭാഗത്ത്, അതാണ് ഹീനൽ ബഅസ്. ഒന്നുകൂടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഉലൈകല്ലദീന സദഖൂ, ഇവരാണ് സാദിഖീങ്ങൾ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, ഇവർ തന്നെയാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു. ഇതൊന്നും ഇല്ലാതെ കണ്ട് കുറച്ച് പൈസ ഇട്ട് തല കഴിഞ്ഞിട്ട് പണ്ടത്തെ പൈസ ഇട്ടിട്ട് പൈസ ആളായി എന്നൊന്നും വിചാരിക്കണ്ടെന്ന്. വമിൻ സമ്മ, ഇതുകൊണ്ട് റൂവിയ മൻ അമില ബിഹാദിഹിൽ ആയ, ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് അമൽ ചെയ്തു. ആയത്ത് കൊണ്ട് ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്തു. ആയത്ത് കൊണ്ട് എങ്ങനെ അമൽ ചെയ്തു? ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാനിനായ പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പൊ സാമ്പത്തികമായിട്ടുണ്ട്, വിശ്വാസപരമായിട്ടുണ്ട്, പിന്നെ എല്ലാം. എന്തുകൊണ്ട്? ലിഅന്നൽ കമാലാത്തിൽ ഇൻസാനിയത മുൻദരിജത്തുൻ ഫീ ളിംനിഹാ, മനുഷ്യന്റെ എല്ലാ കമാലാത്തുകളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. കണ്ടോ? എന്തുകൊണ്ട്? ലിഅന്നഹ, ഈ കമാലാത്ത് മഅത്തിസാഇഹ വതശഅബിഹ, അത് വളരെ വിശാലമാണ്, പല ശാഖകളുള്ളതാണ്. എന്നാലും മുൻഹസിറത്തുൻ ഫീ സലാസത്തി അഖ്സാമിൻ, 3 കിസ്മിൽ എന്താക്കി? അതിനെ ഒതുക്കി. ഒന്നെന്താ? അൽ ഇഅ്തിഖാദാത്ത് ദീനിയ, ഒന്ന് ദീനിയായ ഇഅ്തിഖാദ്. അതേതാ? മൻ ആമന, അതുണ്ട്. وأشار إليها قوله سبحانه وتعالى ولكن البر من آمن بالله والملائكة واليوم الآخر والملائكة والكتاب والنبيين എന്നുണ്ട്. അപ്പൊ 3 കിസ്മിൽ ഒതുക്കിയിൽ 1 കഴിഞ്ഞു. ഇനി 2 വഹ്സനി മുആശറത്തിൽ ഖൽഖി, പടപ്പുകളുമായുള്ള ഇടപാട് നല്ല നിലക്കായിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. അതല്ല وأشار إليه قوله سبحانه وتعالى وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب. എല്ലാവർക്കും പൈസ കിട്ടി, എല്ലാ വിഭാഗത്തിനും ഇല്ലേ? ഇനി 3 അഖ്ലാഖിൻ നഫ്സി, നഫ്സിന്റെ അഖ്ലാഖുകൾ എന്താക്കണം? ചീത്തയെ തൊട്ട് പാറ്റി പറക്കി ശുദ്ധമാക്കല. 3-മത്തേത് അതേതാ? وأشار إليه قوله سبحانه وتعالى وأقام الصلاة وآتى الزكاة والموفون بعهدهم എന്ന് തുടങ്ങിയിട്ട്
എവിടം വരെ? ഹീനൽ ബഅ്സ് വരെ എണ്ണി. അപ്പൊ 3 വിഭാഗമില്ലേ? സുമ്മക്കാല ജല്ല വഅല ഉലൈക എന്ന് പറഞ്ഞാൽ ആരാ? അഹ്ലു ഹാദിഹിൽ ഔസാഫ്, ഈ 3 ഇനം ഔസാഫ് ഉൾക്കൊണ്ട ആളുകൾ. ഹുമുല്ലദീന സദഖു, അവരാണ് സാദിഖീങ്ങളായത്. എന്തിൽ സാദിഖ്? ഫീ ഈമാനിഹി, അവരുടെ ഈമാനിൽ. അല്ലെങ്കിലോ മുനാഫിക്കിനും പറയാൻ ആമന്ന. അല്ലാഹു പറഞ്ഞില്ലേ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വമാ ഹും ബിമുഅ്മിനീൻ. لأن المنافق لا تساعده نفسه على جميع ذلك. മുനാഫിക്കായ ഒരു മനുഷ്യനെ അവന്റെ നഫ്സ് ഇത് മുഴുവൻ ഉൾക്കൊള്ളാൻ സമ്മതിക്കൂല. പക്ഷെ വഇൻ തനാഹറ ബിളവാഹിറ മിനൽ അഅമാൽ, അഅമാലിൽപ്പെട്ട ലാഹിറായ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലാഹിറായ ചില അഅമാലുകളെ കൊണ്ട് അവനോട് ആടും, അപ്പത്താക്കും ഇങ്ങോട്ടാക്കും, ഇങ്ങോട്ടാക്കും. എനിക്ക് ഇരിക്കാൻ നേരില്ല, കിടക്കാനൊന്നും നേരില്ല. എന്നിട്ട് അവനിക്ക് പ്രവർത്തകൻ എന്നാന്ന് പറയലേ, പ്രത്യേക ഒരു സ്ഥാനപ്പേരുണ്ട്. നല്ലൊരു പ്രവർത്തകനാണ്. എന്താ പ്രവർത്തിച്ചെന്ന് വെച്ചാൽ അതിന് കാര്യമില്ല. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ കാമിലൂന ഫി തഖ്വ, തഖ്വയിൽ സമ്പൂർണ്ണന്മാരാണ്. അപ്പൊ ഫകഅന്നഹുൽ മുത്തഖൂന ഹഖീഖതൻ വഗൈറുഹും മജാസൻ. അതിനാണ് ഉലൈക എന്ന് മുബ്തദ പറഞ്ഞു. ആ മുബ്തദയിൽ നിന്നുള്ള ദമീർ എടുത്തിട്ട് ഹും നാടെ പുറത്താട് എടുത്തു വെച്ചു. ഉലൈകൽ മുത്തഖൂൻ എന്ന് പറഞ്ഞാൽ ജംലിയാവൂലേ? അവിടെ ഹും മുബ്തദ എടുത്തിട്ട് നമുക്ക് പുറത്താട് വെച്ചിട്ടാണ് അൽ മുത്തഖൂൻ. ഖബറിൽ അലിഫ് ലാമുൻ ചേർത്ത്. അപ്പൊ ഹശർ എന്ന് പറഞ്ഞാൽ ഇവരെ മുത്തഖീങ്ങളുള്ളൂ എന്നതിലേക്ക് എത്തി. അപ്പൊ മറ്റെല്ലാണോ മജാസ്? ഇവരൊക്കെ ചേർത്താൽ മജാസ്. ഖുൽതു എന്നെന്താണ് ഇമാമ് പറയുന്നത്? നമ്മുടെ മുസന്നിഫ് റളിയല്ലാഹു അൻഹു അതിനാ മുമ്പ് പറഞ്ഞാളെ വാക്യാൻ തോന്നിക്കൊണ്ടാണ്. വജാഅ ഫിൽ നസ്ൽ ജമീഉ തഖ്വ ഫീ ഖൗലിഹി തആല, തഖ്വ മുഴുവനും അല്ലാഹുവിന്റെ ഖൗലിലുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. എല്ലാം ജാമിയായ വാക്കായിന്. അല്ലാഹു തആലാന്റെ ഒരു അംറ് പറഞ്ഞു, ഒരു നഹിയും പറഞ്ഞു. ഏതാ അംറ്? യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. എല്ലാവരും പെട്ടു. നഹിയോ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി. 3 അപ്പുറം പറഞ്ഞു, 3 ഇപ്പുറം പറഞ്ഞു. യഅലുകും ലഅല്ലകും തദക്കറൂൻ. ഇനി തഖ്വ കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിൻ ഫളാഇലി തഖ്വ സമറാത്തിഹ عن أبي هريرة رضي الله عنه أنه تلا قول الله عز وجل. അബൂ ഹുറൈറ തങ്ങൾ ഒരായത്തോതി ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്ന്. നിങ്ങളിൽ നിന്ന് ഏറ്റവും ബഹുമാന്യർ ആരടുക്കൽ? അള്ളാന്റെ അടുക്കൽ. ബഹുമാന്യരാരാണ്? നിങ്ങളിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ള വിലയിരുത്തുന്നത് തഖ്വ ഉണ്ടോ ഇല്ലയോ എന്നാണ്. ഇതില്ലേ ഖാല ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമത്തി യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി ജഅൽതു നസബൻ വജഅൽതും നസബ, നിങ്ങൾ ഒരു കുടുംബ മഹിമ നിങ്ങൾ വെച്ചിട്ടുണ്ട്, മറ്റൊന്ന് ഞാനും വെച്ചിട്ടുണ്ട്. നിങ്ങളെ കുടുംബ മഹിമ എന്താ? ആരാ ഫുലാനുബിന് ഫുലാന്റെ മോനാണെന്നാ നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ തീരുമാനിക്കൽ ആരാ തഖ്വയുള്ള ആളെന്ന്. അല്ല, അപ്പൊ ഫജഅൽതു അക്രമക്കും അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ളവരെയാണ് ഞാൻ അക്രമാക്കി വെച്ചത്. വഅബൈതു, നിങ്ങളത് സമ്മതിക്കുന്നില്ല. ഇല്ലാ അൻ തഖൂലു, പറയേണ്ടതാ ഫുലാൻ ഇബ്നു ഫുലാൻ അക്രമു മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ. അതാണ് നമ്മൾ നോക്കുന്നത്. വഇന്നി അർഫഉൽ യൗമ നസബി, ഞാൻ എന്താക്കും? എൻ്റെ നസബിനെ ഉയർത്തി വെക്കും. ഇവര് തഖ്വയുടെ അടിസ്ഥാനത്തിൽ. വാദഅൻസാബക്കും, നിങ്ങളുണ്ടാക്കാൻ നസബ ഞാൻ താത്തു വെക്കുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കുന്നു ഐനൽ മുത്തഖൂൻ, എവിടെ മുത്തഖീങ്ങൾ? ഫയുഖദ് ലഹും ലിവാഉൻ, അവർക്ക് പ്രത്യേക കൊടി കെട്ടപ്പെടും. ഫയത്തബിഊന ലിവാഅഹും, അപ്പോൾ അവരുടെ കൊടിന്റെ പിന്നാലെ അവർ സഞ്ചരിക്കുന്നു. വയദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കയറുകയും ചെയ്യുന്നു.
വലമ്മാ ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു മുആദ് തങ്ങൾ അയച്ചു. മഹാനായ സഹാബി റളിയല്ലാഹു എവിടത്തേക്ക് അയക്കുന്നത്? ഇലൽ യമനിലേക്ക്. ഖറജ മഅഹു തങ്ങളൊപ്പവും പുറപ്പെട്ടു. എന്തിനാ? ലിയൂസിയഹു മുആദ് തങ്ങളെ യാത്രയാക്കിയല്ലേ ചെയ്യുന്നു, അവരോട് വസീയത്ത് പറയാൻ വേണ്ടി. മുആദുൻ റാകിബുൻ മുആദ് തങ്ങൾ വാഹനപ്പുറത്താണ് ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്നു. തഹത റായിലത്തി വാഹനത്തിന്റെ താഴെ. അങ്ങനെ ഫലമ്മാ ഫറഗ വസിയത്തെല്ലാം തീർന്നതിന് ശേഷം കാല പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ കൊല്ലം കഴിഞ്ഞാൽ നീ എന്നെ കാണൂല. ഒറ്റ വാക്ക്, ഈ കൊല്ലം കഴിഞ്ഞാൽ നീ എന്നെ കാണൂല എന്നാണ് ശേഷം പറഞ്ഞ പോലെ. റളിയല്ലാഹു അൻഹു ഞാനതെല്ലാം എഴുതിയിട്ട് ദുൽഖഅദ മാസം അവൾക്ക് പോകുമ്പം നീ ഏതായാലും പോയിട്ട് വാ, ഒരു വിസ കിട്ടിയില്ല, ഒരു നല്ല കാര്യമാണ്, വലിയ അധ്വാനമുള്ള കാര്യമാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് തിരിച്ചു കഴിയുമ്പം ഞാനുണ്ടാവില്ല. ഏത് ദുൽഖഅദയിന് ഇല്ലഞ്ചിന് മാറങ്ങ് സഫർ റബീഉൽ അവ്വൽ 4 30 അതൊരു പറച്ചിലല്ല. നീ വന്നാല് എൻ്റെ പള്ളിയും കാണാം, എൻ്റെ ഖബറും കാണാം, അതിൽ കൂടെ നീ നടന്നു പോവുക. മുആദ് കരയാൻ തുടങ്ങി. വിട പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് ആ മനക്കളേശം കൊണ്ട് കരഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. അവിടെ നമ്മളെ ചർച്ചാ വിഷയം വരുന്നു. അടുത്തേക്ക് മദീനയിലേക്ക്. എന്താ? വഖാല ഇന്ന അഹ്ല ബൈതി ഹൗലാഇ യറൗന അന്നഹും ഔലൻ നാസി ബി. എൻ്റെ അഹ്ലുബൈത്തായ ആളുകൾ കാണുന്നു എന്നെ കൊണ്ട് അവരാണ് ഏറ്റവും അടുത്ത ആള്. പക്ഷേ മുത്തഖൂൻ, എന്നെ കൊണ്ട് ഏറ്റവും അടുത്ത ആള് കുടുംബ മഹിമ നോക്കിയിട്ടെല്ലാം മുത്തഖീങ്ങളാണെന്നാ തങ്ങൾ പറഞ്ഞു. മൻകാനു വഹൈസുകാനു, ആ മുത്തഖീങ്ങൾ ആരായാലും ശരി, എവിടെയായാലും ശരി. അപ്പൊ തഖ്വന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ കൊള്ളേണ്ട ഔല ബന്ധം ഉണ്ടാകുന്നതെന്ന്. അഖ്റജഹു അഹ്മദ് റളിയല്ലാഹു അൻഹു, എളിലി വബിനി ഹിബ്ബാനി, പിന്നെ തബറാനി, ബൈഹഖി. കണ്ടോ? ഇസ്നാദുഹു ജയ്യിദ്. വഖാമ ഫിൽ ഇഹ്യാഇലുണ്ട് യുഖാലു ഇന്ന ഇംറഅത്തൽ അസീസി ഖാലത്ത് ലിയൂസുഫ് അലൈഹിസ്സലാം. അസീസലാം മിസ്റിലെ അന്നത്തെ രാജാവ് യൂസുഫ് അലൈഹിസ്സലാമിനോട് പറഞ്ഞെന്താന്ന്? യാ യൂസുഫു ഇന്നൽ ഹിർസ വശഹവത സയ്യറാൽ മുലൂക അബീദൻ. അത്യാഗ്രഹവും ഷഹവത്തും ഉണ്ടാക്കിയെന്നറിയോ? രാജാക്കന്മാരെ പിടിച്ചിട്ട് അബദാക്കി മാറ്റും. അതൊരു സൂചനയാണിത്. ഇത് ഒളകാഴ്ചയില് ആരാണ്? യൂസഫ് അലൈഹിസ്സലാം വിലക്ക് വാങ്ങിയ അബദല്ലേ, ഹഖീഖത്തിലല്ലെങ്കിലും. പക്ഷെ ഓർക്കുള്ള ഒസ്മന്താണ് സബറും തഖ്വയും. അവരെന്താക്കി? പിന്നെ മന്ത്രിയാക്കി ഉയർത്തി. ഫഖാല യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, അതെ നിങ്ങൾ പറഞ്ഞ ശരിയാ. ഖാലല്ലാഹു തആല ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ആരെങ്കിലും തഖ്വയും സബറും ഉണ്ടെങ്കിൽ ആ മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കൂല എന്നുണ്ട്. قال سهل بن عبد الله رحمه الله പറയുന്നു لا معين إلا الله. معين الله മാത്രം. ولا دليل إلا رسول الله صلى الله عليه وسلم. ولا زاد إلا التقوى. തഖ്വ അല്ലാതെ സാദില്ല. വർഷത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഭക്ഷണ പൊതിക്കോ എന്ന് പറയും സാദ്. വലാ അമല ഇല്ല സബ്റു അലൈഹ. തഖ്വക്ക് വേണ്ടി സബൂർ ചെയ്യുന്നേക്കാണ് വലിയ അമല് വേറെയില്ല. വഖാല ബഅദുഹും അൽ ഈമാനു ഉരിയാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാത്ത സാധനമായി കണക്കൂട്ടും അല്ലേ? വലിബാസുഹു, ആ ഈമാനിനെ അണിയിക്കുവാനുള്ള വസ്ത്രം അത്തഖ്വ, തഖ്വയാകുന്നു. വസീനത്തുഹു, അതിൻ്റെ ഭംഗി എന്താണ്? ഹയാവാണ്.
വസമറത്തുൽ ഇൽമു, അതിന്റെ സമറത്ത് എന്താ? അൽ ഇൽമാണെന്നാണ്. وقال الله تبارك وتعالى واتقوا الله ويعلمكم الله എന്ന് പറഞ്ഞു. ഇവിടെ നോക്ക്, വത്തഖൂ എന്നുള്ളത് അബദിന്റെ കൽപ്പനയായി പറഞ്ഞ സുലൂക്കിനായി പറഞ്ഞത്. വയുഅല്ലിമുക്കുമുല്ലാഹു, അല്ലാഹു അതിന് പറഞ്ഞ് ഇപ്പോഴത്തല്ല ജദുബായി പറയുന്നു അല്ലേ? ഖാല ബഅദുൽ ഹദീസുകൾ പറഞ്ഞു വമൻ അഹ്കമ മഖാമ തഖ്വാ സലഹ. കേട്ടോ, തഖ്വാന്റെ മർത്തബ, ആ മഖാം ഒരാളെന്താക്കി? കൃത്യമായിട്ട് തന്നെ പൂർത്തിയാക്കി. എന്നാൽ ആരായി? പറ്റിയവനായി, സാലിഹായി. ഇൽമുൽ വിറാസത്തിന്റെ അഹലായി. അതാണ് വയുഅല്ലിമുക്കുല്ലാഹു ഇപ്പുറം പറഞ്ഞു. വഹുവൽ ഇൽമുൽ ലദുന്നിയ്യു, ആ വിറാസത്തിന്റെ ഇൽമിനാണ് പറയുന്നത് ലദുന്നിയായ ഇൽമ്. അതിന്റെ പൂർണ്ണമായ വിശദീകരണം അടുത്ത ബാബിൽ കുറെ അങ്ങോട്ടൊരു ബാബ് തന്നെ പറയുന്നത് പറയാൻ പറ്റത്തുള്ളൂ. ലദുന്നി ഞാൻ കിടക്കുമ്പോൾ കിടന്നിട്ട് ഇങ്ങനെ ചീര മുളക്കും പോലെ മുളക്കുന്നത് എനിക്ക് നല്ല വേണ്ടി എനിക്ക് ലദുന്യ ഇൽമ വേണം. എന്താണോ ലദുന്യ ഇൽമ? നെയ്ക്കാണ്ട് കിട്ടുന്ന ഇൽമെന്നാണ്ട് തോന്നുന്നുണ്ടോ? നെയ്ക്കാണ്ടൊരു പൈസ കിട്ടൂലല്ലോ. അല്ലദീ, അത് യഖ്ദിഫുല്ലാഹു തആല ഫീ ഖുലൂബി ഔലിയാഇഹി, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൽബിൽ അല്ലാഹ് ഇട്ടുകൊടുക്കുന്ന ഇൽമാണെന്ന്. അല്ലദീ ലാ തഹവി തുറൂസ്, നിങ്ങൾ കടലാസുകളിൽ അത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവില്ല. തുറസ് വരികൾ. അപ്പൊ ഞാൻ കിതാബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാല് കിതാബ് കാണൂലല്ല. ഞാൻ ഓതിയ കിതാബിലൊന്നും ഇല്ല പോലും. അതിനങ്ങ് എത്രത്തോളം കിതാബ് ഓതിയിട്ടുണ്ടാ? അതുള്ള കിതാബ് ഓതിയിട്ടില്ല. പക്ഷെ ഞാൻ ഓതിയ കിതാബ് എന്ന് പറഞ്ഞാൽ നന്നായി ഉണ്ട്. ഒരു കിതാബിലില്ലെന്ന് കൊണ്ടില്ലല്ല. സാധനത്തിട്ട് പറഞ്ഞാന്ന് എന്താണ് എൻ്റെ ഉസ്താദ് പറഞ്ഞത് ശരിയല്ല എന്ന്. ഞാൻ ഓതിയ കിതാബൊന്നും കണ്ടിട്ടില്ല. ശരി തന്നെ, അയാളെൻ്റെ കിതാബ് ഓതിയിട്ടില്ല. മുല്ലാസല്ലും സഞ്ചാനിലും അതിനെപ്പറ്റി പറയോ? ദർസുകൾ അങ്ങെന്താക്കൂല, വളച്ചു കിട്ടൂല. ഓതി കൊടുത്തിട്ട് പഠിപ്പിക്കാൻ അത് കഴിയൂല. അത് ഖുലൂബുൽ ഔലിയാഇ അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്ന ഒന്നാണ്. വഖദ് ഹറമഹു അല്ലാഹു തആല അലാ അർബാബിൻ നുഫൂസ്, നഫ്സിന്റെ ഉടമകളുണ്ടല്ല. നഫ്സ് എന്ന് പറഞ്ഞ സാധനം, നഫ്സ് കൽബ് അഖ്ൽ റൂഹ് എന്ന് പറഞ്ഞേ, നഫ്സ് മൊത്തത്തിൽ ചീത്തയിലേക്കാ മൻസൂബ്. അക്കൂട്ടർക്ക് അത് അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട്. ആരാണ് അത്? അൽ മശ്ഗൂലിന ബിസ്ലാഹി മത്ഹൂമി വൽ മൻകൂഹി വൽ മൽബൂസ്. ഓർക്കെന്താക്കണം? കഴിക്കുന്ന ഭക്ഷണം നല്ല രുചികരമായിരിക്കണം. പിന്നെന്തോ? മാങ്കൂഹായ പെണ്ണും എന്തായിരിക്കണം? രുചികരമായിരിക്കണം. ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നല്ല മടക്ക് ചൊളിയാത്ത, എന്താന്ന് ചൊളിവ് വരാത്ത, നീരാത്ത, അങ്ങനത്തെ ഇട്ടിട്ടായിരിക്കും നടക്കണ്ടേ. അതുകൊണ്ട് ശുലാകുന്ന അർബാബ് നുഫൂസ് ഉണ്ട്. അവർക്ക് അല്ലാഹു തആല ഇൽമ കൊടുക്കൂല എന്ന് ഹറാമാക്കിയതാണ്. എന്ന ആയത്തിലേക്ക് ഇശാറത്ത് ചെയ്യുന്നു. ഇനി വബിഖൗലിഹി, മറ്റൊരു ഖൗലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, മൻ അമില ബിമാ അലിമ അവറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം. ഒരാൾ അറിഞ്ഞത് കൊണ്ട് അമൽ ചെയ്താൽ അറിയാത്തത് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ സമറത്തുൽ അമലി ബിൽ ഇൽമി, ഇൽമ കൊണ്ട് അമൽ ചെയ്തതിന്റെ സമറത്താണ് അല്ലേ? എന്തുകൊണ്ട് അമൽ ചെയ്യേണ്ടത്? അൽ മുസ്തഫാദി മിനൽ കിതാബി വസ്സുന്ന, കിതാബിനാലും സുന്നത്തിനാലും പഠിച്ചുണ്ടാക്കിയ ഇൽമ കൊണ്ടെന്താക്കണം? അമൽ ചെയ്യുമ്പോൾ ഓശാരമായി അല്ലാഹു കൊടുക്കുന്നതാണ്. അൽ ഖാലിസ് മിൻ ശവായിബിൽ ഹവാ, അതാ തടിഹവാനത്തോട്ട് രക്ഷപ്പെട്ട. അൽ മസ്ഹൂബ് ബിത്തഖ്വാ മഅ മുജാനബത്തി ദഅവ, തഖ്വയുമായി സുഹബത്ത് കെട്ടിയാൽ. അതുപോലെ തന്നെ ദഅവ ഉണ്ടല്ലോ, ഞാൻ കുത്തുബായിനെ അവസാനെ അതായിന്നൊക്കെ പറയുന്നത്, ആ ദഅവ എല്ലാം ഒഴിവാക്കുക. وكان سيدنا الإمام أحمد بن حسن العطاس رضي الله عنه يقول أهل البيت النبوي طريقتهم العمل. നബവിയായ അഹ്ലു ബൈത്ത് ഉണ്ടല്ലോ, അവരെ തരീഖത്ത് എന്താണ്? അമലാണ്. വലാ യഖുദൂന മിനൽ ഇൽമി, ഇൽമിൽ നിന്ന് അവർ എടുക്കൂല, ഇല്ലാ മാ യുർശിദുഹും ഇലൽ അമൽ, അമലിന് വേണ്ടി ഇർശാദാക്കുന്ന കാര്യങ്ങളല്ലാതെ എടുക്കൂല.
ഇതുകൊണ്ട് എന്താ അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്യാൻ പറ്റുന്ന അതേ ഇൽമ എടുക്കുള്ളൂ. അതവന്തൊക്കെ പഠിച്ച് കാത്തു സൂക്ഷിച്ചവിടെ വെക്കും. വാമ്മ ബാക്കിൽ നഷിയ ബാക്കിയുള്ള ഇൽമൊന്നും വേണ്ടേ, മിൻ ഹളറത്തിൽ ഫൈലിൽ ഇലാഹിയായ ഫൈലിൽ നിന്ന് ഉറയിട്ടെടുത്തോളൂ. ബാക്കിയാണ് അന്നങ്ങോട്ട് കൊടുക്കലാണ്. ഇത് മനസ്സിലാകുന്നില്ല. അപ്പം വയഖലൂനൽ ഉലൂമൽ മുത്ലഖത വൽ മുഖയ്യിദത മിൻ ഹളറത്തി തഖ്വ, മുത്ലഖായ ഇൽമാവട്ടെ മുഖയ്യിദായ ഇൽമാവട്ടെ തഖ്വാന്റെ ഹളറത്തിൽ നിന്ന് അവർ ഇങ്ങനെ പിടിച്ചെടുക്കും. അൽ മുസാരിഹബത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് എന്ന് പറഞ്ഞ ആ ആയത്തിൽ ഞാൻ ഒരു ഇൽമ പിടിച്ചെടുക്കും. നമ്മുടെ തഖ്വ ചെയ്തിരിക്കുക, ഇൽമ ഇങ്ങോട്ട് വന്നോട്ടെ. ഒമിനായ അത് അഹ്ലുബൈത്തിന്റെ പോക്ക് അങ്ങനെയാന്നാ പറഞ്ഞത്. അത് നമ്മുടെ കാലത്തും അങ്ങനെ തന്നെ. ബാലവി അത് പറഞ്ഞു. ഇനി ബുഖാറെടുത്ത് നോക്കി എന്താ ഉണ്ടായിരുന്നു? ഇൽമിൽ കവിഞ്ഞ ആളുകളല്ല ഇവരുടെ എഴുതി ചോദ്യം. തഖ്വാന്റെ മേലിൽ അറിയിക്കുന്ന ആയത്താണ് തഖ്വയിലുള്ള ഫായിദകൾ എന്താണ്, സമറാത്ത് എന്താണ് എന്ന് അറിയിക്കുന്ന ആയത്ത്. ഖൗലുല്ലാഹി ജല്ല വഅലാ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ് സുലൂക്കാണ് യജ്അൽ ലക്കും ഫുർഖാനാ. അതിന്റെ ജദ്ബ് അപ്പോൾ ജദ്ബ് എന്ന് പറഞ്ഞാൽ ബിലാന്തല്ലാതെ അർത്ഥം കിട്ടി. അങ്ങനെല്ലാം അർത്ഥമുണ്ട്. അവർക്ക് ജദ്ബിളായിപ്പോയി എന്ന് വെച്ചാൽ കോപം നിയന്ത്രിക്കാൻ കഴിയാണ്ട് അയാളെ തന്നെ വിച്ചുമ്പയും പറഞ്ഞ് അയാൾ അടിക്കുകയും ചെയ്തെന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടാവുക. അത് മധുമമായ അഖലാക്കല്ലേ. അപ്പോൾ ചൈത്താൻ നല്ലോണം രംഗത്ത് വന്ന എന്നെ പറഞ്ഞേ ഒന്ന് താക്കിക്കുണ്ടാക്കിയെല്ലാം പറയുന്നു. നിങ്ങൾ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ്. അബ്ദിനോടുള്ള കൽപ്പനയാണ്. അതാണ് ഏത് സുലൂക്ക്. എന്നാൽ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ഒരു ഫുർഖാനിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും തിരിയാതെ വന്നാൽ നിങ്ങൾക്ക് തിരിയും. അത് ഹക്കാണ്, അത് ബാത്തിലാണ്. എന്തൊളിപ്പിച്ച് വെച്ചാലും ശരി. അതാ എന്താ ഈ ഫുർഖാന്? ഖാല ബഅദുൽ അയിമ്മത്ത് പറയുന്നു ഫിമാനൽ യജ്അൽ ലക്കും ഫുർഖാന എന്ന് പറഞ്ഞില്ലേ, ഹിദായത്തൻ ഫീ ഖുലൂബിക്കും, നിങ്ങളെ കൽബിൽ ഒരു ഹിദായത്ത് ഉണ്ടാക്കി തരും. വനൂറൻ, നൂറിനെയും ഉണ്ടാക്കും. തഫറഖൂന ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്ക് ബാത്തിലിന്റെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ട് അതുകൊണ്ട് വേർതിരിക്കും. ഒരു നൂറ്. അതുകൊണ്ടാണ് ഫുർഖാൻ. ഫർഖയിൽ നിന്നല്ലേ ആ ലക്കത്തിൽ പിടിച്ചത്. അപ്പൊ വമൻ ഊതിയ ഹാദൻ നൂർ, ഈ നൂർ ഒരാൾക്ക് കൊടുക്കപ്പെട്ടാൽ ഫഹുവല്ലദീ ഖാല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവളെ കാര്യത്തിൽ പറഞ്ഞു ഇസ്തഫ്തി ഖൽബക, നിന്റെ കൽബിനോട് നീ ഫത്വ ചോദിക്കണേ എന്ന്. ഒരു മസ്അല കിട്ടാഞ്ഞാല് കൽബിനോട് ഫത്വ ചോദിക്കുക. വൈൻ നഫ്തൗക വഫ്തൗക, അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് എന്തെല്ലോ ഫത്വ കിട്ടും. അതെല്ലാം നിൽക്കട്ടെ. അത് ചിലപ്പോൾ ഹക്കായിക്കൊള്ളുന്നില്ല, ബാത്തിലായിക്കൊള്ളുന്നില്ല. അല്ലാതെ വാങ്ങി വെച്ചിട്ട് നിന്റെ കൽബിനോട് ചോദിക്കും. അപ്പൊ ആ ഫത്വ തെറ്റാണോ ശരിയാണോ അത് ഒക്കുന്നില്ല എന്നെന്താ പോലെ കൽബ് തന്നെ പറഞ്ഞു തരും. അവിടെ അതല്ല വേണ്ടത്. വദാലിക്കൽ ഖൽബു, ആ യഥാ കൽബ് അൽ ഖാലി മിനൽ ഹവാ, തടിഹവാനെ തൊട്ട് ഖാലിയാവുകയും വൽ മുതഹല്ലി ബിത്തഖ്വ കൊണ്ട് ചമയിക്കപ്പെടുകയും ചെയ്ത്, അങ്ങനത്തെ കൽബ്. യഫ്റുഖു ബൈനൽ ഹഖ് വൽ ബാത്തിലിന്റെ ഇടയിൽ അത് വിവേചനം ഉണ്ടാക്കും. വയഅരിഫുൽ മുഹഖ്ഖ മിനൽ മുബ്തിൽ, ഹക്ക് പറയുന്നവൻ ആരുണ്ട് ബാത്തിൽ പറയുന്നവൻ ആരുണ്ട് എന്നുള്ളത് എനിക്ക് തിരിയും. വയുറഖിസു ലിമൻ യുറഖിസു ലഹു ബിഹഖ്ഖിൻ, കണ്ടാ. അപ്പം എന്താക്കും, ആർക്ക് റുഖ്സ കൊടുക്കാം എന്നുള്ളത് ഹക്ക് കൊണ്ട്. അതുപോലെ വയുശദ്ദിദു ലിമൻ യുശദ്ദിദു ലഹു ബിഹഖ്ഖിൻ, ആരോട് കടുപ്പം കൂട്ടണം എന്നുള്ളതും അത് അവർക്ക് മനസ്സിലാക്കുന്നു. അപ്പം എല്ലാത്തിനും റുഖ്സ കൊടുക്കലുമല്ല, എല്ലാത്തിനും കടുപ്പം കൂട്ടലുമല്ല. ഔകമാക്കാല എന്ന് പറഞ്ഞാലോ ഈ മാന വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. وقال عز وجل ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. രണ്ടാമത്തെ ആയത്തായി പറഞ്ഞത് അല്ലാഹു തആല കാലകളും തഖ്വ ചെയ്താൽ സുലൂക്ക്
അള്ളാഹു ചെയ്തു കൊടുക്കുന്ന എന്താ? യജ്അൽ ലഹു മഖറജ, ഒരു മഖറജിനെ ഉണ്ടാക്കും, ഒരു വമ്പിച്ച മഖറജ്. രണ്ടാമത്തതോ റിസ്ഖും, മിൻ ഹൈസു ലാ യഹ്തസിബായ റിസ്ഖ്. എന്താ ഈ മഖറജ്? അവരത് അല്ലായ റൂവി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജൻ എന്ന് പറഞ്ഞാൽ എന്താ? മിൻ ശുബ്ഹാത്തി ദുനിയാ, ദുനിയാവിന്റെ ശുബ്ഹാത്തിൽ നിന്നുള്ള മഖറജ് എന്നാണ്. വമിൻ ഗമറാത്തിൽ മൗത്ത്, അതുപോലെ മൗത്ത് വരുന്ന അവസരത്തിൽ ഒരിക്കൊന്നും കഥയില്ലാത്തൊരവസ്ഥ ഉണ്ട്, അവിടെ നിന്നുണ്ടാക്കും, ഒരു മഖറജ് ഉണ്ടാക്കി കൊടുക്കും. വമൻ ശദാഇദി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ നിന്നും അല്ലാഹു തആല എന്താക്കും? മഖറജ് ഉണ്ടാക്കി കൊടുക്കും. 3 രംഗം, ഒന്ന് ദുനിയാവില്, ഒന്ന് മൗത്തിന്റെ നേരത്ത്, മറ്റൊന്ന് യൗമുൽ ഖിയാമ. ജാഅ ഫീ കിതാബ് അൽ ഫറജ് ബഅദ അശ്ശിദ്ദ എന്നൊരു കിതാബുണ്ട്, ഇപ്പം അംഗം കിട്ടുന്ന കിതാബാണ്. عن أبي ذر رضي الله عنه قال كان النبي صلى الله عليه وسلم يتلو هذه الآية. ഈ ആയത്ത് തങ്ങൾ ഓതും. ഇതേറ്റ് ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه എന്നായിട്ടും. ثم يقول പറയും يا أبا ذر لو أن الناس كلهم أخذوا بهذه الآية لكفتهم. ജനങ്ങൾ മുഴുവനും ഈ ആയത്ത് മുറുകെ പിടിച്ച് അമൽ ചെയ്തെങ്കിൽ അവർക്ക് വേറൊന്നും ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മഖറജ് കിട്ടിയില്ലേ, പിന്നെ അറിയാത്ത അതിന് ദുഃഖം കിട്ടിയില്ലേ. ഞാൻ ഇനിയിപ്പം പണ്ട് കിട്ടണ്ടെല്ലാം കിട്ടി. قال سيدنا الإمام العارف بالله محمد بن زيد بن سميت رضي الله عنه പറഞ്ഞ ഫി അസ്നാഇ മുകാതബതിഹി, അവരുടെ കത്തുണ്ടല്ലോ മറ്റുള്ള കാക്കുന്ന അതില് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ എന്ന് പറഞ്ഞാൽ പല മഖറജുകളുണ്ട്. മഖറജൻ ഒന്നെണ്ണിക്കോ, മിന ശദാഇദി വൽ മതാഇബി വൽ ഖുറൂബ്, പ്രയാസമായ കാര്യങ്ങൾ, നമ്മളെ തളർത്തിക്കളയുന്ന കാര്യങ്ങൾ, മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മഖറജ് എന്നർത്ഥം വെക്കാം. വമഖറജൻ മിനൽ ഹുമൂമി വൽ ഗുമൂം, ഹമ്മുകളെ തൊട്ടുമുള്ള മഖറജ് എന്നർത്ഥം പറയാം. വമഖറജൻ മിനൽ മുശ്കിലാത്തി വശുബ്ഹാത്ത്, പരസ്പരം ഹക്കും ബാത്തിലും തിരിയാതെ കണ്ട് ഹലാലും ഹറാമും തിരിയാതെ ശുബ്ഹാത്തിൽ പെട്ടാൽ മഖറജ് 3. വമഖറജൻ മിൻ ളുലുമാത്തിൽ ജഹ്ലി ഇലാ നൂരിൽ ഇൽമി, ജഹിലിന്റെ ഇരുട്ടുകളിൽ നിന്ന് ഇൽമിന്റെ നൂറിലേക്കുള്ള മഖറജ് 4. വമഖറജൻ മിനൽ നജ്സി വൽ കസലി, മടി അശക്തി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഇലൽ ജിദ്ദി വത്തസ്മീർ, നന്നായി നയിക്കാനും അധ്വാനിക്കാനുമുള്ള മഖറജ് അല്ലേ. വമഖറജൻ മിനൽ ഗഫലത്തി ഇലൽ യഖ്ലത്തി, ഗഫലത്തിൽ നിന്നും യഖ്ലത്തിലേക്കുള്ള മഖറജ്. വമഖറജൻ മിനൽ മൈലി ഇലൽ ശർരി ഇലാ മഹബ്ബത്തിൽ ഖൈരി, ശർറിലേക്കുള്ള ഒരു ചാട്ടം, അതിൽ നിന്നെന്താക്കും? ഖൈറിന്റെ മഹബ്ബത്തിലേക്ക് മഖറജ്. 7. വമഖറജൻ മിൻ സുഹബത്തിൽ അശ്റാരി ഇലാ സുഹബത്തിൽ അഖ്യാർ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള മഖറജ് എവിടത്തേക്ക്? അഖ്യാരിങ്ങളായ ഖൈറിന്റെ അഹ്ലുകാര സുഹബത്തിലേക്ക്. വമഖറജൻ മിനൽ ഫഖരി ഇലൽ ഗിനാ, ദാരിദ്ര്യത്തിൽ നിന്ന് ഗിനയിലേക്കുള്ള മഖറജ്. വമിന ശിദ്ദത്തി ഇലർ റഖാഇ, ഒരുപാട് സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് സന്തോഷാവസ്ഥയിലേക്കുള്ള മഖറജ്. വമിനൽ ബലാഇൽ മഖറജ് ഇലൽ ആഫിയത്തിലേക്കുള്ള മഖറജ്. വമിനൽ ഖൗഫിൽ നിന്ന് ഇലൽ അമാനിലേക്കുള്ള മഖറജ്. വമിനൽ ഹുസ്നി ഇലൽ സുറൂർ, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള മഖറജ്. എന്ന 10 ചില്ലാനുണ്ട്. ഏത് അർത്ഥം വെച്ചാൽ ആയത്തിന് ശരിയെന്ന. ثم قال نفعنا الله به ورضي الله عنه ولو عدت هذه المخارج, ഈ മഖറജ് ഞാൻ എണ്ണാൻ തുടങ്ങിയാൽ എടുത്തേക്കത്തൊന്നും അറിയോ? ആയിരക്കണക്കിന് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇപ്പം 10 പറഞ്ഞിട്ടുള്ളൂ. തദമ്മനത്ത് ഹാദിഹിൽ ആയത്തു ശരീഫ, ഈ ആയത്ത് ഉൾക്കൊണ്ട മഖറജ് എന്ന് പറഞ്ഞ സാധനം ലാ തുഖ്ലൽ വഖതു വലം തുഹ്സർ, ഒരിക്കലും അത് പറഞ്ഞാൽ തീരൂല, അറ്റമാക്കൂല. ഞാനിപ്പോൾ എണ്ണീറ്റ് അവിടെ നിർത്തി. അപ്പോൾ ഇൽമെന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയ. എന്നിട്ട് വഖദ് ഖാല ബഅദുഹു പറഞ്ഞു ഇന്ന തഹത്ത കുല്ലി കലിമത്തിൻ മിനൽ ഖുർആൻ
ഖുർആനിന്റെ ഓരോ കലിമത്തിന്റെയും താഴെയുണ്ട് 700,000 മഅന, 7 ലക്ഷം മാനയുണ്ട് എന്നാണ്. 700,000 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലക്ഷം. അതിന് 7 ഗുണിക്കും. 700,000 കിട്ടണമെങ്കിൽ 3 സംഖ്യ എന്താക്കണം? ഗുണിച്ചാൽ മതി. 1000 അൽഫ് അല്ലേ? പിന്നെ 100 അല്ലേ? അപ്പത്തിന് 1 ലക്ഷം ശരിയില്ല. ഇപ്പൊ മാത്തമാറ്റിക്സ് ഉണ്ടില്ലേ? 100 അൽഫ് എന്ന് പറഞ്ഞാൽ 100 അൽഫ് കൊണ്ട് ഗുണിച്ചതിലുണ്ട് 100, 1 ലക്ഷം. അതിന് 7 ഗുണിക്കും. 7 ലക്ഷം മാനയുണ്ട് ഒരു കലിമത്തിന്. വമാ ഖഫിയ അക്സറു, നമുക്ക് തിരിയാത്തത് അധികം. തിരിയാത്തത് ബാക്കിയുണ്ട്. അതുകൊണ്ട് ജഅലനല്ലാഹു മിൻ അഹ്ലിൽ ഫഹ്മി അൻഹു, അതാ മുബർ ദ്വാരക്കെന്ന് ഫഹ്മിന്റെ അഹലുകാരുടെ കൂട്ടത്തിൽ പഠിച്ചിട്ട് വൽ ഇൽമി ബിഹി വമാ ദാലിക അലല്ലാഹി ബിഅസീസ്, അങ്ങനെ ഫഹ്മിന്റെ അഹലുകാരുടെ കൂട്ടത്തിലാക്കാൻ അല്ലാഹു പ്രയാസമില്ല. ഹുക്കിയ അന്ന സിയാദ് ബിൻ അബി സുഫിയാൻ അവരുകള് ബഅസൽ ഹകമ ബിൻ ഉമറ അവരെ അയച്ചു അലാ ഖുറാസാനിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട്. ففتح الله عز وجل عليهم, അവർക്ക് അല്ലാഹു തആല വലിയ ഫത്ഹ് കൊടുത്തു. വസാബു അംവാലൻ അലീമത്തൻ, ധാരാളം മുതലും കിട്ടി. ഫകതബ ഇലൈഹി സിയാദ്, അത് അയച്ച സിയാദ് ഉണ്ടല്ലോ, സിയാദ് ഇവർക്ക് അത്തയച്ച് അമ്മാ ബഅദു, അയച്ച ആളായപ്പോ സിയാദ്, പോയ ആളായത് ഹക്കമ്, ഹനീമത്തും പൈസലും കിട്ടി. ഫഇന്ന അമീറുൽ മുഅ്മിനീന കതബ ഇലയ്യ, അമീറുൽ മുഅ്മിനീൻ എനിക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ അയച്ച കത്ത് സിയാദിന് കിട്ടി. സിയാദ് ഉണ്ടാക്കുന്നത് ഹക്കിമിനെ അയക്കുന്നു. സംഗതി ഉൾക്കൊണ്ട് എന്താണ്? അനിസ്തഫി സഫ്റാ വൽ ബൈളാ, സഫ്റാദ മഞ്ഞ എന്ന് പറഞ്ഞാൽ പൊന്ന്, ബൈളാദിനെ വെള്ളി. അതെന്താക്കണോ? ഈ ഗനീമത്തിൽ നിന്ന് വേർതിരിച്ചു വെക്കുക. വലാ തഖ്സിം ബൈനൻ നാസ് ഹമം വലാ ഫില്ലത്തൻ, ഇപ്പൊ ഹരി വെക്കണ്ടെന്നും പറഞ്ഞു മാറ്റി. അങ്ങനെ കൊടുത്തപ്പോ കത്തബയിലേഹി, ഈ ഹക്കം എന്താക്കി? തിരിച്ചു കത്തയച്ചു. സലാമുൻ അലൈക, ആർക്ക്? സിയാദിന്. അമ്മാ ബഅദു ഫഇന്നക കതബത തദ്കുറു കിതാബ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കിതാബ് നിങ്ങളുടെ. വഇന്നി വജദ്തു കിതാബല്ലാഹി ഖബല കിതാബി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീന്റെ കിതാബ് കിട്ടുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ കിതാബ് എനിക്കുണ്ട്. എന്താ? വഇന്നഹു വല്ലാഹി ലൗ കാനത്തിസ് സമാവാതു വൽ അർദു റത്കൻ അലാ അബ്ദിൻ, അതാ അതായത് ഖുർആനിലുള്ള ഒരു മാനവി പറഞ്ഞു, ആകാശം ഭൂമി എന്താക്കി റത്തക്കൻ എന്ന് പറഞ്ഞാൽ അത് കൂട്ടി മുട്ടിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു ഒരു മുത്തക്കിയായ അബ്ദിന്റെ മേൽ. ഫത്തഖല്ലാഹു അസ്സ വജല്ല, ഈ അബ്ദാണെങ്കിലും അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്ത അടിമയാണ്. എന്നാലും ലജഅലല്ലാഹു ലഹു മിൻഹുമാ ഫറജൻ വ മഖ്റജാ, ആകാശം ഭൂമി തമ്മിൽ കൂട്ടി മുട്ടി അതിനുള്ളിൽ അയ ഒടുങ്ങൂല. ഫറജും മഖ്റജും അല്ലാഹു ഉണ്ടാക്കും. വസ്സലാമു അലൈക്, ഇതാണ് നമ്മളെ ചർച്ചാ വിഷയം. സുമ്മ ഖാല ലിന്നാസി, പിന്നെ ജനങ്ങളോട് പറഞ്ഞ് ഉഖ്ദു അലാ ഫൈഅതികും ഫഖ്സിമൂഹു, നിങ്ങൾക്ക് കിട്ടിയ ഗനീമത്ത് നിങ്ങൾ പൊയ്ത്ത് ഓഹരി വെച്ചെടുത്തോന്നും പറഞ്ഞു. അപ്പൊ ഈ ഹക്കിമിന്റെ കത്താണ് നമ്മളെ പ്രാധാന്യം. നിങ്ങളെ കത്ത് കിട്ടുന്നതിന് മുമ്പ് അള്ളാന്റെ കത്തിന്റെ അടുത്തുണ്ട്. ആകാശം ഭൂമി കൂട്ടി മുട്ടിയാലും തക്കവ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫാദ മാലും അന്ന തക്കവല സലാസി മറാത്തിബ, തക്കവ 3 തരത്തിലുണ്ട്. ഉല്യ ഉണ്ട്, ബുസ്ത ഉണ്ട്, ദുന്യ ഉണ്ട്. ഉല്യ എന്ന് പറഞ്ഞ മേലെ, ബുസ്ത നടുവിൽ, ദുന്യ തായലുണ്ട്. ഫൽ ഉല്യ എന്താ? അൻയത്തഖിയല്ലാഹ തആല ഇജ്ലാലൻ ലഹു, അള്ളാഹുവിനോട് ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് തഖ്വ ചെയ്യലാണ്. അപ്പൊ അള്ളാഹിന്റെ ഹക്കിനെ മാനിച്ചിട്ട് കണ്ടോ. രണ്ടാമത്തതോ വൽ ബുസ്ത നടുക്കുള്ളത് അൻയഅബ്ദുഹു തഹഖീഖൻ ലിനിസ്ബത്തി ബൈനഹു ബൈന റബ്ബി, അവന്റെയും റബ്ബിന്റെയും ഇടയിൽ ഒരു നിസ്ബ ഉണ്ടാക്കണം. അത് ഉറപ്പുവരുത്താൻ വേണ്ടി. എന്താ? ഞാന് വെളിപ്പെടുന്നവന് അല്ല വെളിപ്പെടുത്തപ്പെടുന്നവന്. അടിയിലുള്ളതോ അയ്യബ്ദുഹു തലബൽ ലിസവാബ്, സവാബിനെ കരുതിയിട്ടും ലിഖാബിനെ പേടിച്ചിട്ടും ചെയ്യരുത്. അടിയിലെപ്പെടും. അതിൻ്റെ പടിയിലുള്ളത് പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് ഹോജാക്കന്മാരെ പേടിച്ചിട്ടും ശമ്പളം കുറയുന്നതായിട്ടും കൊമ്മട്ടിക്കാർ തൃപ്തിപ്പെടുത്താനുള്ള തക്കവ. പിന്നെ കൊമ്മട്ടിക്കാർക്ക് ഇതൊക്കെ വേണം.
ഇംതിസാൽ എന്തിനു വേണ്ടി? ഇംതിസാൽ നിങ്ങളുടെ പ്രവർത്തനമാണ്. അതിന്റെ കസ്ത് പറ. സ്വർഗം കിട്ടാനാകാം, ഗൾഫിൽ പൈസ കിട്ടാനാവാം. അടിയ സ്റ്റേജിൽ തന്നെ ഇപ്പൊ ഒക്കുന്നില്ല.